നിലമ്പൂരിലേക്കാണ്. കാരണം നിലമ്പൂരിൽ അങ്ങനെ ജനവിധി കാത്തിരിക്കുകയാണ്, ജനവിധി കാത്ത് കേരളം. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിലമ്പൂരിന്റെ അമരത്ത് ആരെത്തുമെന്നറിയാൻ. നാളെ രാവിലെ കൃത്യം 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചന 8:30യോടുകൂടി പുറത്തു വരും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. നിലമ്പൂരിൽ നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയും തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജും ചേരുന്നുണ്ട്. ആദ്യം പ്രസാദ് ഉറുമ്പശ്ശേരിയിലേക്കാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. നിലമ്പൂര് ഇനിയിപ്പോ ആ ക്ലൈമാക്സ് അറിയാൻ, ആരായിരിക്കും അമരത്തേക്കെന്നറിയാൻ ഇനി സമയമില്ല. നാളെ എനിക്ക് തോന്നുന്നു, നാളെ ഒരു പക്ഷേ നമ്മൾ ഈ സമയത്തൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാം ഒക്കെ പൂർത്തീകരിച്ച് വോട്ടെണ്ണൽ തുടങ്ങാനുള്ള സമയമൊക്കെ ആയി വരുന്നു. അവിടെ സ്ട്രോങ് റൂമൊക്കെ തുറക്കുന്ന ഒരു സമയമായിരിക്കും നാളെ നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് അവസാന വട്ടത്തെ നിലമ്പൂരിലെ കൂട്ടിക്കിഴിക്കലുകൾ, മുന്നണികളുടെ പ്രതീക്ഷകൾ, അടിയൊഴുക്കുകൾ, വിലയിരുത്തലുകൾ എങ്ങനെയൊക്കെയാണ് പ്രസാദ്? സതിലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇനി കൃത്യമായി പറഞ്ഞാൽ 24 മണിക്കൂറും 45 മിനിറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ടെണ്ണലിലേക്ക് കടക്കും എന്നുള്ളതാണ്. അതായത് നാളെ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണലിന്റെ നടപടികൾ ആരംഭിക്കും. സതിലക്ഷ്മി പറഞ്ഞ പോലെ കണക്കുകൂട്ടലിലെല്ലാം തന്നെ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ LDFും UDFും തന്നെയാണ്. അതിൽ അല്പം വിജയപ്രതീക്ഷ, അതായത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ എന്ന് പറഞ്ഞ് UDF ആണ് ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം കാര്യത്തിൽ ഒരു പടി മുന്നിൽ എന്ന് പറയേണ്ടി വരും. കാരണം ആര്യടൻ ഷൗക്കത്താണെങ്കിലും UDFിൻ്റെ നേതാക്കളാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ആശങ്കയും അവർക്ക് ഇതിനകത്തില്ല എന്നുള്ളതാണ്. വിജയപ്രതീക്ഷ പൂർണ്ണമായും ഉണ്ട്. അതിന് അവരെ പ്രേരിപ്പിക്കുന്നത് മണ്ഡലത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. കാരണം മണ്ഡലം കഴിഞ്ഞ 2 തവണ LDFിനോടൊപ്പമായിരുന്നെങ്കിൽ പോലും UDFിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളും മേഖലകളുമാണ്. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് UDFിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് PV അൻവർ മത്സരിച്ചിട്ടും UDFിന് വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ M സ്വരാജ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ആ പ്രദേശത്തുകാരനാണ്. അദ്ദേഹം മത്സരിക്കുന്നതോടുകൂടി തന്നെ വലിയൊരു ആവേശം പാർട്ടി അണികൾക്കിടയിലും അതോടൊപ്പം തന്നെ LDFിന് പുറത്തുള്ള ആളുകൾക്കിടയിലും വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. രാവിലെ വോട്ടെണ്ണലിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്ത് തുടങ്ങി പിന്നീട് അമരമ്പലം പഞ്ചായത്തിൽ അവസാനിക്കുന്ന ഒരു നഗരസഭയും 7 പഞ്ചായത്തുകളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ LDFിന് സ്വാധീനമുള്ള അമരമ്പലം അതോടൊപ്പം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം വലിയ തോതിൽ നിലമ്പൂർ നഗരസഭ എല്ലാം തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് LDFിൻ്റെ ഒരു വിലയിരുത്തൽ. UDFിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കരുളായി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും, അതുപോലെ അമരമ്പലം ഒഴിച്ച് എല്ലായിടത്തും UDFിന് മേൽക്കൈ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മറ്റ് ഭിന്നതകളൊന്നും തന്നെ ഇല്ല. ആര്യടൻ ഷൗക്കത്ത് ആദ്യഘട്ടത്തിൽ മത്സരിച്ചപ്പോൾ 2016 മത്സരിച്ചപ്പോൾ വലിയ എതിർപ്പ് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് നിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആര്യടൻ മുഹമ്മദ് മാറി അദ്ദേഹത്തിൻ്റെ മകനെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന, ഒരാൾ മാറുന്നത് മകനെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊരു പ്രചരണം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് PV അൻവർ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുള്ള ഒരാളാണ്. അപ്പോൾ PV അൻവറിന് വലിയ പിന്തുണ UDFിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം നൽകുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. PV അൻവറിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ലഭിച്ച അത്രയും പിന്തുണ UDFിൽ നിന്ന് ഇനി കിട്ടില്ല എന്ന് തന്നെയാണ് UDFിൻ്റെ ഒരു വിലയിരുത്തൽ. LDFിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരു 6500ഓളം വോട്ട് വരെയെങ്കിലും PV അൻവർ LDFിൽ നിന്ന് കൊണ്ടുപോകുമെന്ന ഒരു ആശങ്ക അവർക്കുണ്ട്. അവരുടെ കണക്കുകൾ അങ്ങനെയാണ്. എന്തായാലും LDFും UDFും വലിയ തോതിൽ വിജയപ്രതീക്ഷയിലാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം 1500 വോട്ടിനെങ്കിലും, അതായത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത്, 1500 വോട്ടിനെങ്കിലും M സ്വരാജ് വിജയിക്കുമെന്നൊരു പ്രതീക്ഷ, അവരുടെ കണക്കുകൂട്ടൽ അവർക്കുണ്ട്. UDFിനാണെങ്കിൽ 7500-ന് മുകളിൽ, ഏറ്റവും 15000 വരെ ഭൂരിപക്ഷം പോകാം. 7500-ന് മുകളിൽ എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ UDFിനുമുണ്ട്. PV അൻവറിലേക്ക് വന്നു കഴിഞ്ഞാൽ, PV അൻവർ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടേ പറയുന്നത് ഞാനാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്, എനിക്ക് 25000-ൽ കുറയാത്ത ഒരു ഭൂരിപക്ഷം ഉണ്ടാകും എന്നെല്ലാം അദ്ദേഹം അവകാശപ്പെടുന്നു. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് പരസ്യമായി പറയുമ്പോൾ പോലും PV അൻവറിനോടൊപ്പമുള്ള ആളുകൾ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 25000 വോട്ടെങ്കിലും ലഭിക്കും, വിജയിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ്. PV അൻവർ പറയുന്ന മറ്റൊരു കാര്യം, VD സതീശനുമായിട്ടെല്ലാം ഈ UDFിൻ്റെ ഭാഗമാകാതിരുന്നതിൻ്റെ VD സതീശനോട് വലിയ അമർഷമുള്ള ഒരാളാണ്. വിമർശനം നിരന്തരം നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിച്ചില്ല എങ്കിൽ പിന്നീട് ആഗ്രഹിക്കുന്നത് UDF വിജയിക്കാനാണ്, LDF ഒരു കാരണവശാലും വിജയിക്കരുത് എന്ന ഒരു നിലപാടാണ്. എന്തായാലും തോതിലുള്ള
അതെ, ഒളിഞ്ഞ പിണറായി. പിന്നെ തെളിഞ്ഞ പിണറായിയേക്കാൾ നല്ലത് ഒളിഞ്ഞ പിണറായി എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്ന ഒരു പക്ഷേ UDF-ലേക്ക് വീണ്ടും കടക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ്. ഒരു 15,000-ന് മുകളിലേക്ക് അൻവറിന് UDF ജയിക്കുകയും 15,000-ന് മുകളിലേക്ക് അൻവറിന് കൂടി വോട്ട് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയെല്ലാം മാറി വീണ്ടും UDF-ന്റെ ഒരു അസോസിയേറ്റ് അംഗമായി മാറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ PV അൻവറിന് ഇപ്പോഴുമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നീട് ഈ അടുത്ത് നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എല്ലാമാണ് അൻവറിന്റെ മനസ്സിനുള്ളത്. എന്തായാലും അൻവറിന് വേണ്ടി മുന്നിൽ UDF പൂർണ്ണമായും വാതിൽ അടച്ചിട്ടില്ല എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാക്കളെല്ലാം പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കും ഒരുപക്ഷെ അല്പം അയഞ്ഞ് ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് PV അൻവർ വന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നാളെ നമ്മളും വളരെ സജ്ജമാണ്. രാവിലെ മുതൽ തന്നെ ഇതിന്റെ എല്ലാ വിവരങ്ങളും വളരെ കൃത്യതയോടെ അറിയിക്കാൻ. ശരി, അർജുൻ കൂടി നമുക്ക് പോകണ്ട. അർജുനെ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ നിലമ്പൂരിൽ അവസാനവട്ടം ഇനിയിപ്പം മണിക്കൂറുകളുടെ അകലം മാത്രമേ ഉള്ളൂ. UDF-നെ സംബന്ധിച്ച് ഇപ്പം ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും പറയുന്നത് അവിടെ മത്സരം LDF-ഉം UDF-ഉം തന്നെയായിരുന്നു എന്നാണ് രണ്ടുപേരും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ UDF-ന് മേൽക്കൈ നൽകുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ ഇന്നലെ വന്നിരുന്നു. അവർ ഇത്രയും ഒടിഞ്ഞ് 10,000 വോട്ടിൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നൊരു കാര്യം വിലയിരുത്തൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ UDF ക്യാമ്പിലെ അവരുടെ ആവേശം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയൊക്കെ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. ഒരു പക്ഷേ 15,000-ന് മുകളിലൊക്കെ ആയിരിക്കും അവരുടെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളും കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് അവരുടെ പ്രതീക്ഷകൾ? കാരണം ആദ്യം ഈ നിലമ്പൂർ ഒരു കാര്യം ശരിയാണ് അർജുൻ, കാരണം നിലമ്പൂരിലേക്ക് ഇടതുപക്ഷം എം സ്വരാജ് എന്നൊരു സ്ഥാനാർത്ഥി ഇറക്കുന്ന സമയത്ത് പിന്നീട് ആ കളം മാറുന്ന ആ ഒരു തിരഞ്ഞെടുപ്പ് കളം മാറുന്നത് തന്നെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് പോകുന്നിടത്ത് ലഭിക്കുന്ന സ്വീകാര്യത, ഈ എം സ്വരാജിന് വ്യക്തിപരമായി ഉണ്ടാകുന്ന കുറച്ച് നേട്ടങ്ങൾ, അതെല്ലാം പാർട്ടിയും കണക്ക് കൂട്ടുന്നുണ്ട്. ഈ ആദ്യമൊക്കെ 7,500 8,000 അല്ലെങ്കിൽ പിന്നീട് അത് 5,000 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 1,500-നും 2,000-നും ഇടയ്ക്കുള്ള വോട്ട് നേടി എം സ്വരാജ് മണ്ഡലത്തിലേക്ക് വരും, വിജയിക്കും. ഇടതുപക്ഷ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വർഷങ്ങൾക്കു ശേഷം ഒരു ചരിത്രം പിറക്കുമെന്നൊക്കെയാണ് തുടക്കത്തിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം. എങ്ങനെയാണ് അവസാന നിമിഷത്തെ ഒരു കൂട്ടിക്കിഴിക്കലുകളും അവരുടെ പ്രതീക്ഷയും അവരുടെ പ്രതികരണവും ഒക്കെ? സേതു, ഗുഡ് മോർണിംഗ്. വലിയ രാഷ്ട്രീയ മത്സരം നിലമ്പൂരിൽ നടന്നു എന്നുള്ളത് ഇടതുമുന്നണിയും UDF-ഉം ഒരേപോലെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ LDF ക്യാമ്പിൽ അത്ര ആത്മവിശ്വാസം ഇല്ല. നമുക്ക് മുൻപ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലൊക്കെ വലിയൊരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും LDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ഫീല് പുറത്തേക്ക് എന്തായാലും LDF ക്യാമ്പ് നൽകുന്നില്ല. ഇന്നലെയാണ് LDF കൺവീനർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നത്, മിനിഞ്ഞാന്നാണ് കാണുന്നത്. ആ സമയത്ത് പോലും വലിയ ആത്മവിശ്വാസത്തോടെയുള്ള കണക്കുകൂട്ടലുകളോ പ്രതീക്ഷകളോ അല്ല പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ പങ്കുവയ്ക്കുന്നത്. അത് ഒരു സൂചനയായി തന്നെ എടുക്കേണ്ടി വരും. കാരണം നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, രാഷ്ട്രീയ സ്വഭാവം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകൾ ഏറെക്കുറെ UDF ക്യാമ്പിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് LDF ക്യാമ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ട്രെൻഡ് രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശങ്ക, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം ഇത്രയും പോളിംഗ് കൂടി വന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ട്രെൻഡ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ LDF ക്യാമ്പും UDF ക്യാമ്പും ഒരുപോലെ സംശയിക്കുന്നത്. UDF ക്യാമ്പിൽ എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്, വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഭൂരിപക്ഷം ഇപ്പോൾ ഏതെങ്കിലും മുന്നണികൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന പോളിംഗ് ആണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന അത്രയും പോളിംഗ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക രണ്ട് ക്യാമ്പുകളിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് LDF ക്യാമ്പിലാണെന്ന് പറയേണ്ടി വരും. അതാണ് LDF ക്യാമ്പിൽ അത്ര ആത്മവിശ്വാസത്തോടു കൂടി എത്ര വോട്ടിന് ജയിക്കും അല്ലെങ്കിൽ വിജയിക്കുമോ എന്നുള്ളത് ഒരു പൂർണ്ണമായും ഉറപ്പോടെ പറയാൻ പറ്റാത്തൊരു പശ്ചാത്തലം LDF ക്യാമ്പിൽ നിലവിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നല്ലൊരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്ന് LDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. പഞ്ചായത്തുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നഗരസഭയിലും പോത്തുകല്ല്, കരുളായി, അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ മുന്നിൽ വരാമെന്നുള്ള പ്രതീക്ഷ LDF ക്യാമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഒരു വിജയസാധ്യത ഉള്ളത്. അതേസമയത്ത് ഈ പറയുന്ന മൂത്തേടം, വഴിക്കടവ് പോലെയുള്ള ലീഗിൻ്റെയൊക്കെ വലിയ സ്വാധീന പഞ്ചായത്തുകളിലൊക്കെ
ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ലീഡ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് LDF ക്യാമ്പിൻ്റെ കൂടി പ്രതീക്ഷയായി മാറുന്നത്. അവിടെ വലിയ ലീഡൊന്നും ഇല്ലെങ്കിൽ അത് LDFന് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പോത്തുകല്ലും അമരമ്പലവും കരളായിലുമൊക്കെ ഒരു വലിയ ലീഡിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്വരാജിന് അനുകൂലമായിട്ടുള്ള ലീഡിലേക്ക് മാറാനുള്ളൊരു സാധ്യതയും ഉണ്ട്. എന്തായാലും നമ്മൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ള ആത്മവിശ്വാസം ഇത്തവണ LDF ക്യാമ്പിലില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഈ ലീഗൊക്കെ ഇറങ്ങി അങ്ങേയറ്റത്തെ പണിയെടുത്ത് നല്ല അടിത്തറയിൽ നന്നായി വർക്ക് ചെയ്ത് വോട്ട് പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് UDF ക്യാമ്പിലുണ്ട്. അത് വർക്ക് ചെയ്തു എന്ന് LDF ക്യാമ്പും പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിപ്പിനുള്ള നീളം കുറഞ്ഞു വരുന്ന സമയമാണ്. കാരണം ഇനിയിപ്പോ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അന്തിമ ജനവിധി ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ, ആരുടെ സർജിക്കൽ സ്ട്രൈക്കാണ് നിലമ്പൂരിൽ വർക്കൗട്ട് ആയതെന്നറിയാൻ. അർജുൻ, നമ്മൾ സെറ്റല്ലേ? ഉറപ്പായിട്ടും നമ്മളെല്ലാവിധ സംവിധാനങ്ങളോടും കൂടി നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മൊത്തം നമ്മൾ പരിശോധിക്കാം. വലിയ ആത്മവിശ്വാസത്തോടെയും വലിയ ടീമുമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തെറ്റായ വാർത്തകൾ ഉണ്ടാവില്ല. കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ നമ്മൾ ഉണ്ടാകുമെന്നുള്ളത് പ്രേക്ഷകരെയൊക്കെ അറിയിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കൊന്നും പിന്നാലെ പോകില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ അവിടെ പ്രസാദേട്ടൻ്റെ ടീമിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്തുടരണം. അത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വാർത്തകൾ ഒന്നും നൽകാൻ കൃത്യമായ കണക്കുകളുമായി നമ്മൾ മുന്നിലുണ്ടാകുമെന്ന് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഓക്കെ അർജുൻ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂരിൽ ഇനി അവസാന ജനവിധി അറിയാൻ കാത്തിരിപ്പിന്റെ നീളം കുറയുന്നു. അവിടെ ആരാണ് അമരത്തേക്ക് എന്നറിയാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ നേതൃത്വത്തിൽ ഒരു വൻ ടീം, കരുത്തന്മാരുടെ ടീമിനെ തന്നെ നിലമ്പൂരിൽ ന്യൂസ് മലയാളം വിന്യസിച്ചിട്ടുണ്ട്. കൃത്യമായുള്ള കണക്കുകൾ, ഊഹാപോഹങ്ങളില്ലാതെ, ഇരട്ടിപ്പുകളില്ലാതെ. സാധാരണ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ നമ്മൾ എല്ലാ TV ചാനലും നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഇരട്ടിപ്പ് കണക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു 1500 വോട്ട് ആണ് ഒരു പഞ്ചായത്തിൽ ഈ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ലീഡെങ്കിൽ അപ്പുറത്ത് വരുന്നത് അതൊരു 2500 ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇരട്ടിപ്പുകളൊന്നുമില്ലാതെ കൃത്യമായ കണക്കുകൾ, കൃത്യമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഫുൾ ടീം അവിടെ നിലമ്പൂരിൽ സജ്ജമാണ്. അപ്പോൾ ഇലക്ഷൻ ഫലം അറിയണമെങ്കിൽ അത് ന്യൂസ് മലയാളം തന്നെ സ്റ്റേ ട്യൂൺ ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ അർജുനം അതുപോലെ തന്നെ പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് അവസാനവട്ട നിലമ്പൂരിൽ നിന്നുള്ള കൂട്ടിക്കിഴിക്കലുകളും പ്രതീക്ഷകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.